ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്നേ ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ തോരൻ തന്നെ അങ്ങ് അയക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2-3 വറ്റൽമുളകും കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 10-20 ചെറിയ ഉള്ളി ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അധികം എരിവ് വേണ്ടാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് വാടി വരണം. ഒരുപാടങ്ങ് വെന്ത് ഇതിൻ്റെ കളറങ്ങ് മാറി വരത്തക്ക രീതിയിലൊന്നും വഴറ്റിയെടുക്കണ്ട. ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു രീതിയിൽ വെന്ത് വന്നപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണ്ട. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ഒന്ന് ചതച്ചതാണ്. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അധികം അങ്ങ് പൊടിഞ്ഞു പോയതല്ല കേട്ടോ. ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടിയുള്ള കുരുമുളക് പൊടിയാണ്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടിയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരികയും വേണം. ഈ മസാലയെല്ലാം നമ്മൾ ചെറിയ ഉള്ളിയിലൊന്ന് പിടിച്ച് വരികയും വേണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എല്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല എല്ലാം നമ്മുടെ ചിക്കനിൽ പിടിക്കത്തക്ക വണ്ണം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഈ മസാലയും ഉപ്പും എല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കട്ടെ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ ഇതിൽ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു ചെറിയൊരു അരപ്പുണ്ട്. അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ഇതുപോലെ ചെറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഒരു കറക്കി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിനി ഈ ഒരു സമയത്ത് നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ കൂടെ കുറച്ച് കറിവേപ്പില പച്ചക്കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിതുപോലെ ഒന്ന് കൈ വെച്ച് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ മണം നന്നായിട്ട് അതിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇളക്കി നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.